ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഒക്ടോബർ മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ മിഥുനൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മിഥുനൻ രാശിക്കാർക്ക് എന്ന് വെച്ച് പറഞ്ഞാൽ മിഥുനൻ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ 4-ൽ ബുധൻ ശുക്രൻ കേതു 4-ൽ ബുധൻ സൂര്യൻ കേതു 5-ൽ ശുക്രൻ 9-ൽ ശനി 10-ൽ രാഹു 12-ൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി. എന്നിരുന്നാലും ചാരവശാൽ ചിന്തിക്കുന്ന സമയത്ത് ഇവർക്ക് ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യം തരുന്ന ഒരു മാസം തന്നെയാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. തൊഴിലിൽ കീർത്തി നേടുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗം പുരോഗമിക്കുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബിസിനസ്സിനെ പറ്റി അന്വേഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പുതിയ ബിസിനസ്സിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ധനകാര്യ സംബന്ധമായിട്ടുള്ള വ്യവസ്ഥകൾ കൂടി അടിസ്ഥാനപരമായിട്ട് കണക്ക് കൂട്ടി തയ്യാറാക്കി, അല്ലെങ്കിൽ നോട്ടപ്പെസക് മൂലം ചിലപ്പോൾ അത് കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നേരത്തെ കൂട്ടി കണക്കെല്ലാം കൂട്ടി വെച്ച് ബിസിനസ്സിന് തുറന്നു മുറുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളത് പറയുന്നത്. വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഈ രാശിക്കാർക്ക് തന്നെ കാണുന്നുണ്ട്. വാഹന മേഖല എന്ന് പറയുമ്പോൾ 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരയ്ക്കുമുള്ള ഇതിൽപ്പെട്ടിരിക്കുന്ന മെക്കാനിക്കൽ സംബന്ധമായിട്ടും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമാണ്. മിഷനറി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ്. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണും. ജന്മത്തിൽ ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ഗുണകരമല്ല. അത് കാരണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത വഴിപാടും രക്തപുഷ്പാഞ്ജലിക്കും വഴിപാടും കൊടുക്കുന്നത് ആ ജന്മത്തിൽ നടക്കുന്ന ചൊവ്വയുടെ ദോഷത്തിന് പരിഹരിക്കും. അത് കാരണം രക്തസംബന്ധമായിട്ടുള്ള ചില ചെറിയ അസുഖങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. ആസ്മ അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ചിലപ്പോൾ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. അത് ക്രമാതീതമായിട്ട് സ്ഥിരം മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതെല്ലാം സ്ഥിരമായിട്ട് ഒരിക്കുക. ഇൻഹേലർ മറ്റുള്ള റോട്ടോകാപ്പ് മറ്റുള്ള ഇതെല്ലാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ മറക്കരുത്. അതുപോലെ രാത്രി കാലങ്ങളിൽ ചില ഉറക്കത്തിൽ തന്നെ തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതും ശ്രദ്ധിക്കുക. അനാരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ട് വരുവാനുള്ള സാധ്യതയൊന്നുമില്ല. അനാരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അതിനെ സോൾവ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. വളരെ ഗുണം ചെയ്യുന്ന ഇതാണ്. ദൂരദേശങ്ങളിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കാസർഗോഡ് അങ്ങനെയുള്ള അവിടെ വസിച്ചു വരുന്ന ദൂരം കൂടുതലുള്ളവർക്കെല്ലാം ഗുരുവായൂർ ക്ഷേത്രം ഒറ്റ പ്രാവശ്യം ദർശനം ധരിച്ചാൽ അതിൻ്റെ ഫലം വളരെ ഗുണകരമായിരിക്കും എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പോയി തൊഴുതിട്ട് വരുന്ന വേഴത്തിന് വേണ്ടി ചെയ്തിട്ട് വരുന്ന കാരണം അത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ അമ്പലപ്പുഴ കൃഷ്ണൻ അതും വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അവിടെ പോയാലും മതി. പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതുന്ന ഒരു പ്രതീതി ഈ വ്യാഴത്തിന് വേണ്ടിയിട്ട് മാത്രം, വ്യാഴത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രം. വ്യാഴം അനുകൂലസ്ഥിതി 12-ാം ഭാവത്തിന് അനുകൂല സ്ഥിതിയിലല്ല. വ്യാഴം ധനകാരകനാണ്, കുടുംബകാരകനാണ്, ബന്ധുഗ്രഹമാണ്, വിവാഹകാരകനാണ്, സന്താനകാരകനാണ്, കുടുംബകാരകനാണ്, ഭാഗ്യകാരകനാണ്. എല്ലാറ്റിനും നമ്മൾക്ക് ഉപകാരം ചെയ്യും. ദൈവാധീനത്തിനുള്ള ആളാണ്. ഇതെല്ലാം വ്യാഴമാണ്. അപ്പോൾ വ്യാഴം 12-ൽ മറഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിക്കുവാനും ഐശ്വര്യ അഭിവൃദ്ധി ലഭിക്കുവാനും ധനലബ്ധി നഷ്ടപ്പെടാതിരിക്കാനും ധന അഭിവൃദ്ധി വരുവാനും കുടുംബ ഐക്യത്തിനും സന്താന ഐക്യത്തിനും വേണ്ടി ഗുരുവായൂർ ദർശനം നിർബന്ധമാണ് എന്ന് തീർച്ചയായിട്ടും പറയാം. അതിനുവേണ്ടി 1-2 ദിവസം ചെലവഴിച്ചാലും കുഴപ്പമില്ല. അതിനുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. തൊഴിൽ മേഖലയിൽ യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. തൊഴിലെല്ലാം വളരെ ഗുണകരമായിട്ട് നടന്നുകൊണ്ടിരിക്കും. അനാരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ അതിനുള്ള ശാശ്വത പരിഹാരങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. അതുപോലെ കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഉള്ളത്. അത് കാരണം മിഥുന രാശിയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള സമയത്തിലൂടെ തന്നെയാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു സംശയമില്ല. ഗുണാനുഭവങ്ങൾ ഇനിയും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇനി വരാതിരിക്കുന്ന സമയങ്ങളും കൂടുതൽ വരവ് ചെലവുകളും ധനലാഭങ്ങളും അതുപോലെ തന്നെ നമുക്ക് സാധിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ, ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ ഉണ്ടാവുക, വാഹനം വാങ്ങിക്കാനുള്ള യോഗങ്ങൾ ഉണ്ടാവുക, വസ്ത്രരംഗത്ത് പുരോഗമനങ്ങൾ ഉണ്ടാവുക, ഭൂമി ലാഭം ഉണ്ടാവുക, ഭൂമി വാങ്ങിക്കുക, ചിരകാലമായിട്ട് കുറേ കാലങ്ങളായിട്ട് കുറച്ച് തോട്ടങ്ങളോ അല്ലെങ്കിൽ കൃഷിയോ അല്ലെങ്കിൽ എസ്റ്റേറ്റുകളോ വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ചില
ചെറിയ ചെറിയ മോഹങ്ങൾ അല്ലെങ്കിൽ വലിയ മോഹങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നമസ്കാരം.